ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ലീവ്സിൽ അതുപോലെ തന്നെ നെക്കിൽ ഒക്കെ നമുക്ക് പൈപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്നൊരു സ്ലീവിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ്. ഇത് നമുക്കിതുപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. റേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറേ നാൾ മുന്നേ മേടിച്ചാണ്. അതുപോലെ തന്നെ നമ്മളിത് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വൺ സൈഡ് ഫുട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് രണ്ട് സൈഡിലോട്ടും വൺ സൈഡ് ഫുട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് നമ്മുടെ സാധാ ഫുട്ട് മാറ്റിയിട്ട് ആ വൺ സൈഡ് ഫുട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ക്രോസ് പീസ് വേണം. ക്രോസ് പീസിലാണ് നമ്മളിത് ഇതേപോലെ നമ്മുടെ പൈപ്പിംഗ് ത്രെഡിനെ ക്രോസ് പീസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളിതുപോലെ മടക്കി അടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെ അടിക്കേണ്ടത്, കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലിൽ നോക്കി നോക്കുക. സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ഇതേപോലെ നമ്മുടെ ക്രോസ് പീസിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്കിതുപോലെ ആ സൈഡിൽ കൂടെ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡിനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും കെട്ടിട്ടിട്ട് എടുക്കുക. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ബാക്കിയുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ നല്ല വശമില്ലേ, നല്ല വശത്തേക്ക് ഇതുപോലെ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ അത് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ ആയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൺ സൈഡ് ഫുട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ നോർമൽ ഫുട്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഇതില്ലേ ത്രെഡ്, അതും നമുക്ക് തടയും. അതുകൊണ്ടാണ് നമ്മൾ വൺ സൈഡ് ഫുട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ ബാക്കിലോട്ട് മടക്കണം. കണ്ടോ, ഇതേപോലെ മടക്കാം. അപ്പോൾ നമ്മുടെ ആ പൈപ്പിങ്ങിൻ്റെ ത്രെഡുള്ള ഭാഗം മാത്രം നമുക്കിത് ഇതേപോലെ ഫ്രണ്ടിലോട്ട് വരും. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ വെച്ചിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്കിതിനെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് തൊട്ടടുത്ത് കൂടെ ആയിട്ട് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് ഇത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾക്കിത് എന്തിൽ വേണമെങ്കിലും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം ക്രോസ് പീസ് എടുക്കണം. അതുപോലെ തന്നെ വൺ സൈഡ് ഫുട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇതേപോലെ ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ വീണ വിഷ്ണ എന്നുള്ള പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾ ചെയ്ത വർക്കിൻ്റെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്